ഹലോ എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ 4th ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈനൽ അക്കൗണ്ട്സ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് വെച്ചിട്ട് ട്രയൽ ബാലൻസിൽ നിന്നാണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിന്റെയും ഡെബിറ്റ് ബാലൻസസും ക്രെഡിറ്റ് ബാലൻസും ആണ് ട്രയൽ ബാലൻസിൽ കാണിക്കുക. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് കോളം, എമൗണ്ട് കോളം, ക്രെഡിറ്റ് കോളം ഉണ്ടാവും, ഡെബിറ്റ് കോളം ഉണ്ടാവും. എപ്പോഴും ഡെബിറ്റ് കോളത്തിലെ എക്സ്പെൻസസും അസറ്റുകളും ഒക്കെ ആയിരിക്കും കാണിക്കുക. അതുപോലെ ക്രെഡിറ്റ് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എപ്പോഴും ഇൻകംസും ലയബിലിറ്റീസും ഒക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സോൾ പ്രൊപ്പറൈറ്ററിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഇവ ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വരുന്ന ഫൈനൽ അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് കുറച്ച് ട്രാൻസ്ഫറിങ് എൻട്രീസ് പറയുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രാൻസ്ഫറിങ് എൻട്രീസ് പറയുന്നുണ്ട്. ഈ എൻട്രീസ് ഇങ്ങനെ ജേണൽ എൻട്രീസ് കാണാതെ പഠിക്കുന്നതിലും ബെറ്റർ നമുക്ക് ആ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കണം. ഫോർമാറ്റ് നോക്കുമ്പോൾ തന്നെ ഈ എൻട്രീസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫോർമാറ്റ് നോക്കൂ, പേജ് നമ്പർ 5 നോക്കൂ. നമ്മൾ ഡെബിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ പർച്ചേസസ്, പർച്ചേസ് റിട്ടേൺ അറിയുമ്പോൾ നെറ്റ് പർച്ചേസ്, പിന്നെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ വരും. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത് മാനുഫാക്ചറിങ് വേജസ്, ക്യാരേജ് ഇൻവാർഡ്സ്, ഫാക്ടറി എക്സ്പെൻസസ്, അതുപോലെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫ്യൂവൽ, പവർ, റൈറ്റ് ആൻഡ് കാർട്ടേജ്, കസ്റ്റം ആൻഡ് എക്സൈസ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, റോയൽറ്റി ബേസ്ഡ് ഓൺ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരിക. അതേസമയം ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ സെയിൽസ് റിട്ടേൺ, ലൈക്ക് നെറ്റ് സെയിൽസ് വരും, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് വരിക. പിന്നെ നമുക്ക് ഇതിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് പ്രോഫിറ്റ് ആണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. അതേസമയം നമുക്ക് ലോസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടു ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലും വെക്കും. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ജേണൽ എൻട്രീസിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എൻട്രി ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് തന്നെയല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വരും. സെയിൽസ് ആകുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വരും. അതാണ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് ആകുമ്പോൾ എൻട്രീസിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി ചില സ്പെഷ്യൽ ഐറ്റംസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയറിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഈ ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ്, ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. പർച്ചേസ് അറിയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ നെറ്റ് പർച്ചേസ് കാണിക്കുക. പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ വെച്ചിട്ടാണ് കാണിക്കുക. പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പർച്ചേസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. പർച്ചേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഗുഡ് സർവീസ് ടാക്സസിന്റെ കാര്യം, GSTന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. GST പേ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന കേസിൽ GST പേ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിക്കണം. GSTകൾ CGST, SGST, IGST ആയിട്ടാണ് വരുന്നത്. നമ്മൾ വിത്തിൻ സ്റ്റേറ്റ് ആണ് നമ്മളെ പർച്ചേസ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ CGSTയും SGSTയും, സെൻട്രൽ GSTയും സ്റ്റേറ്റ് GST ആണ് വരിക. അതേസമയം നമ്മളൊരു ഇന്റർ സ്റ്റേറ്റ്, നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ IGST ആയിരിക്കും വരിക. നമ്മൾ GST അങ്ങോട്ട് പേ ചെയ്യുന്നത് GSTനെ നമ്മൾ ഇൻപുട്ട് GST എന്നും ദെൻ നമ്മൾ ഇങ്ങോട്ട് കളക്ട് ചെയ്യുമ്പോൾ അത് ഔട്ട്പുട്ട് GST ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇത്തരത്തില് നെറ്റ് GST പേയബിൾ എന്ന് പറയുന്നത് ഇൻപുട്ട് GST നമുക്ക് GST പേ ചെയ്യുന്ന GST ഔട്ട്പുട്ട് GST, നമ്മൾ കളക്ട് ചെയ്യുന്ന GST ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻപുട്ട് GST എന്ന് പറയുന്നത്. ഈ ഒരു മെക്കാനിസത്തിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. അതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഒരു പർച്ചേസ് GSTയോട് കൂടി പർച്ചേസ് വരുമ്പോൾ എൻട്രീസ് വരാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് IGST. അത് കേസസ് അനുസരിച്ചാണ് കേട്ടോ. അത് ഇൻട്രാ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് തന്നെയാണെങ്കിൽ CGSTയും SGSTയും വരും. ഇന്റർ സ്റ്റേറ്റ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് തമ്മിലാണെങ്കിൽ IGST വരും. ആ ഒരു കേസിനനുസരിച്ചായിരിക്കും. ടു ക്യാഷ് അക്കൗണ്ട്, നമ്മൾ പേ ചെയ്യാനുള്ള ആ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് എമൗണ്ട് എത്ര എന്നുള്ളതും GST എമൗണ്ട് എത്ര എന്നുള്ളതും കൂട്ടിയിട്ട് ടു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അതാണ് എൻട്രീസ്.
നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞാൽ നമ്മളെ ബിസിനസിന്റെ പർച്ചേസിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഒക്കെ ആയിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ലൈക്ക് മാനുഫാക്ചറിങ് വേജസ്, കസ്റ്റം ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഫാക്ടറി എക്സ്പെൻസസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി സെയിൽസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏതൊരു കൺസേൺ ആണെങ്കിലും ഒരു ബിസിനസിന്റെ മേജർ ഡയറക്റ്റ് ഇൻകം ആണ് സെയിൽസ് എന്ന് പറയാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് പറഞ്ഞ പോലെ തന്നെ നെറ്റ് സെയിൽസ്, അതായത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന്റെ GST കളക്ട് ചെയ്യാണ് ചെയ്യുക. ഔട്ട്പുട്ട് GST ആവും അവിടെ നമുക്ക് ഉണ്ടാവും. ഔട്ട്പുട്ട് GST, CGST ആവും, SGST ആവും, IGST ആവും എന്നുള്ളതാണ്. നെക്സ്റ്റ് ടേം വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതലും ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കാറ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലുമാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ പെർഫോമ മനസ്സിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫറിങ് എൻട്രീസ് ആണെങ്കിലും ഓരോ ഐറ്റം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്ന ഫൈനൽ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിലെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും ആണ് ആഡ് ചെയ്യാം. നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് വരെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ ഫോളോ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ക്യാരി ഡൗൺ ആയിട്ട്. അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യും, ഡ്രോ ഡൗൺ ചെയ്യും. ഫസ്റ്റ് എൻട്രി തന്നെ അതായിരിക്കും. അപ്പൊ അത് ലോസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ടു ഗ്രോസ് ലോസുമായിട്ട് ഡെബിറ്റ് സൈഡിലും, ഇനി ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലുണ്ടും. എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫുൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, സാലറീസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റെന്റ്, റേറ്റ്, ടാക്സ്, ഓഡിറ്റ് ഫീസ്, ലീഗൽ ചാർജസ്, റിപ്പയർസ്, ഇൻഷുറൻസ്, ജനറൽ എക്സ്പെൻസസ്, അഡ്വർടൈസ്മെന്റ്, കമ്മീഷൻ പെയ്ഡ്, അത്തരത്തിലെ എല്ലാ ഇൻഡയറക്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കാത്ത, ട്രേഡിംഗ് അക്കൗണ്ടിൽ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസ് എടുക്കും. ഇതിൽ വരാത്ത എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ വെക്കും. എന്നിട്ട് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും, ലൈക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത്, ഡിവിഡൻഡ് റിസീവ് ചെയ്തത്, റെന്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട്, ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ ഇൻകം ക്യാരക്ടറിൽ നേച്ചറിൽ വരുന്നതും നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ കൂടുതൽ എന്ന് നോക്കുകയാണ്. നമുക്ക് ക്രെഡിറ്റ് സൈഡ്, അതായത് ഇൻകംസ് വെച്ചിട്ടുള്ള സൈഡ് ആണ് നമുക്ക് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് ആ ഒരു ക്രെഡിറ്റ് സൈഡിലെ എല്ലാ എമൗണ്ടും കൂട്ടിയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തിടും. എന്നിട്ട് അതൊന്ന് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസും കുറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിഗർ ഉണ്ടല്ലോ, അതാവും നമ്മളെ നെറ്റ് പ്രോഫിറ്റ്. അതേസമയം നമുക്ക് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഇൻകംസിനേക്കാൾ കൂടുതൽ എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ഇൻകംസ് കുറക്കുമ്പോൾ കിട്ടുന്നത് കാരണം നെറ്റ് ലോസ്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇവിടെയും കുറച്ച് സ്പെഷ്യൽ ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടത്തി നമ്മൾ അങ്ങ് കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് ഇൻസോൾവെന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കാരണം അവരേക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടാതെ വരുന്നതിന് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നതായിട്ട് കിട്ടാക്കടത്തിനെയാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ബാഡ് ഡെപ്റ്റ് ശരിക്കും ഒരു ലോസ് പെർസ്പെക്റ്റീവിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക, എക്സ്പെൻസസിനെ പോലെ തന്നെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഉണ്ട്. നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളിയൊരു എമൗണ്ട് നമ്മളെ കസ്റ്റമർ നമുക്ക് പിന്നീട് തരിക എന്നുള്ളതാണ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത്. അതൊരു ഫ്രഷ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ബാഡ് ഡെപ്റ്റിനെ ഡെബിറ്റും ചെയ്യും, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആകുമ്പോൾ ക്രെഡിറ്റും ചെയ്യും. ഓക്കെ. ദെൻ അടുത്ത് വരുന്നത് സാലറീസ് ആണ്. സാലറീസ് പറയുമ്പോൾ നമ്മൾ ഓഫീസ് ഓർ ഗോഡൗൺ വെയർഹൗസ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി ആണ്. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദെൻ റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്നൊക്കെ പറയുന്നതും ഇതുപോലെ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക, എക്സ്പെൻസസ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് മറ്റേ ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് എപ്പോഴും നമ്മൾ
പേഴ്സണൽ, ആ ഒരു സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അവരുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ നമ്മൾ ബിസിനസ്സിന് ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡ്രോയിങ്സ് ആയിട്ട്, നമ്മളൊരു പേഴ്സണൽ ഡ്രോയിങ്സ് ആയിട്ട് ക്യാപിറ്റലിന് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റലിന് ഡിഡക്ട് ചെയ്താണ് കാണിക്കുക. അതുകൊണ്ട് അഡ്വാൻസ് ഇൻകം ടാക്സ് പെയ്ഡും പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും ആൻഡ് ഇൻകം ടാക്സ് പെയ്ഡ്, എങ്ങനെ ഈ ഒരു 3 രീതിയിൽ വന്നു കഴിഞ്ഞാലും അതിന് ഡ്രോയിങ്സ് എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഫൈനൽ അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി തേർഡ്, നമ്മൾ ലാസ്റ്റ് ബാലൻസിംഗ് ആയിട്ട് വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് അതിൽ നിന്നുള്ള ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ മേക്ക് ചെയ്തതിൽ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കൊടുക്കുന്നു. ഈ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വെക്കുക. ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ അതിലൊരു ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുണ്ട്. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരേ നേച്ചറിൽ വരുന്ന അസറ്റ്സിന് അല്ലെങ്കിൽ ലയബിലിറ്റീസിനൊക്കെ ഒരേ ഹെഡിലേക്ക് ക്ലാസിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഉണ്ട് പല പേരിൽ, അരുണും അജിത്തും എയും ബിയും സിയും മിസ്റ്റർ എക്സും എല്ലാം നമ്മൾ ക്രെഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂടിയിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. മാർഷലിംഗ് എന്ന് പറയുമ്പോൾ ലൈക്ക് ബാലൻസ് ഷീറ്റിന് ഒരു ഓർഡറിലായി, ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം 2 സൈഡിൽ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെയാണ് കാണിക്കുക. അതിലൊരു ഓർഡർ കൊടുക്കുന്നതാണ് മാർഷലിംഗ്. അത് 2 ടൈപ്പിലാവാം. ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസും ആവാം, ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആവാം. അപ്പൊ ലിക്വിഡിറ്റിന്റെ ബേസിസിലും പെർമനൻസിന്റെ ബേസിസിലും നമുക്ക് രണ്ടും പഠിക്കാൻ നല്ല ഈസിയാണ്. ഫസ്റ്റ് വരുന്നത് നമുക്ക് ലിക്വിഡിറ്റിന്റെ ബേസിൽ നോക്കാം. ലിക്വിഡിറ്റിന്റെ ബേസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണെങ്കിലും ലയബിലിറ്റി സൈഡിലാണെങ്കിലും ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന, എൻക്യാഷ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ ഫസ്റ്റ് എഴുതി, പിന്നെ അങ്ങനെ അത് കുറഞ്ഞു വരുന്നതിനനുസരിച്ച്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റും ലാസ്റ്റ് ഏറ്റവും ലിക്വിഡ് അല്ലാത്തത്, നമുക്ക് അങ്ങനെ ഒരു 1 ഇയറിനകത്തൊന്നും അതെന്താ എൻക്യാഷ് ചെയ്യാൻ പറ്റാത്തതിന് ലാസ്റ്റും താഴെയും കൊടുക്കുന്ന രീതി. അതുപോലെ തന്നെ ലയബിലിറ്റീസും ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ലയബിലിറ്റീസിലേക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ക്രെഡിറ്റേഴ്സിനൊക്കെ ഫസ്റ്റ് വന്നിട്ട് ഏറ്റവും ഇല്ലിക്വിഡ് ആയിട്ടുള്ളതിന് ലാസ്റ്റ്ക്ക് വരുന്ന രീതി. അസറ്റിന്റെ കേസിലാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ കാരണം ഏറ്റവും ലിക്വിഡ് ആയിട്ട് വരാം. അതേസമയം ഈ മെഷീനറി, ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ലിക്വിഡിറ്റി കുറവുള്ളത്. അപ്പൊ അത് താഴെ വരും. ഏത് കേസിൽ? ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിലാണെങ്കിൽ. ഇനി ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് പറയുമ്പോൾ ലിക്വിഡിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ലിക്വിഡിറ്റിയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വരും. ലിക്വിഡിറ്റിയിൽ ഫസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഒക്കെ, അതായത് ഏറ്റവും പെർമനന്റ് ക്യാരക്ടറിൽ വരുന്ന ലയബിലിറ്റീസിനെ അസറ്റിന് ഫസ്റ്റ് എൻ്റർ ചെയ്യാം. ദെൻ പെർമനൻസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ താഴേക്ക് വെക്കുന്നതാണ് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരും. അതെന്തൊക്കെയാന്ന് നോക്കാം. പലപ്പോഴും നമ്മുടെ ട്രയൽ ബാലൻസ് നമുക്ക് തരുമ്പോൾ അതിൽ ഫുട് നോട്ട് ആയിട്ട് തരുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ നറേഷൻസിനൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം പ്രകാരം എല്ലാ എൻട്രീസിനും 2 എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന് 2 എഫക്റ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ട്രേഡിംഗ് അക്കൗണ്ടിനെയും ബാധിക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ 2 സൈഡിനെ, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ 2 സൈഡിനെ. ഇങ്ങനെ 2 എഫക്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ 2 എഫക്റ്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന് വരിക. ദെൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ട്രയൽ ബാലൻസിൽ മിക്കപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി ആയിട്ടാണ് തരുന്നത്. കാരണം നമ്മൾ ആ ഒരു ട്രയൽ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആയിട്ട് വരും. ഇങ്ങനെ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരുമ്പോൾ തന്നെ ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. നമുക്കത് ആലോചിക്കാനും പറ്റും. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇടാറുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ആ എക്സ്പെൻസസ് നമ്മൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പേ ചെയ്യാൻ വേണ്ടി ഡ്യൂ ആയിട്ടാണ്, കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇൻ ദാറ്റ് സെൻസ് അതൊരു ലയബിലിറ്റി ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് തരികയാണെങ്കിൽ അത് ആ ഒരു റെസ്പെക്റ്റീവ് ഐറ്റം ഉണ്ടാവുമല്ലോ, ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ, അതിലേക്ക് അതിനെ ആഡ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ സാലറീസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറീസ് ഉണ്ടാവുമല്ലോ, ആ സാലറീസിന്റെ കൂടെ സാലറീസ് ആ എമൗണ്ട് ചെയ്ത ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കാണിക്കണം.
മറ്റൊരു ഐറ്റമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസസ് കൊടുക്കുക, ടൈമൊന്നും ആയിട്ടില്ല, പക്ഷെ നമ്മൾ നേരത്തെ കാലത്ത് അഡ്വാൻസ് കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. അതിന്റെ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട്, ആ കറസ്പോണ്ടിങ് എക്സ്പെൻസ് ഏതാണോ ആ അക്കൗണ്ടിലേക്ക്. നെക്സ്റ്റ് വരുന്നത് അക്രൂഡ് ഇൻകം ഓർ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അതായത് നമുക്ക് ആ ഒരു ഇൻകം കിട്ടാനായിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുള്ളൂ, പക്ഷെ നമ്മൾ കിട്ടിയിട്ടില്ല, അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഇൻകം ആണ്. അതാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഇങ്ങനെ അക്രൂഡ് ഇൻകത്തിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം അക്കൗണ്ട്, ആ പെർട്ടിക്കുലർ ഇപ്പൊ കമ്മീഷൻ ആണെങ്കിൽ അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമുക്ക് ആ ഇൻകം കിട്ടാൻ ടൈം ആയിട്ടില്ല, അത് നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ കിട്ടേണ്ട ഇൻകൊക്കെ ഇപ്പൊ തന്നെ നേരത്തെ കാലത്ത് നമുക്കത് അവർ പേയ്മെന്റ് നമ്മൾ ആ ഇൻകം നമ്മൾ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് അതിനെ കാണിക്കുക ചെയ്യുക. അപ്പൊ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ ശരിക്കും ഒരു ലയബിലിറ്റി നാച്ചുറലി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ അക്രൂഡ് ഇൻകം, നമുക്ക് കിട്ടാനായിട്ടും കിട്ടാത്ത ഇൻകം എന്ന് പറയുമ്പോൾ അത് നമ്മൾ അസെറ്റ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ മനസ്സിലാക്കുക, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നെക്സ്റ്റ് വരുന്ന ബാഡ് ഡെപ്റ്റ്സ്. നമ്മൾ പറഞ്ഞു നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് തരാനുള്ളത് തരാതിരിക്കുമ്പോഴാണ് ബാഡ് ഡെപ്റ്റ് വരും. അപ്പൊ ഈ ബാഡ് ഡെപ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബാഡ് ഡെപ്റ്റിന് നമ്മൾ എന്താക്കുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ബാഡ് ഡെപ്റ്റ്. ദെൻ പിന്നെ ബാഡ് ഡെപ്റ്റിന് എൻട്രി വരുന്നത് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സൺഡ്രി ഡെപ്റ്റേഴ്സ്, അതാണ് ബാഡ് ഡെപ്റ്റിന്റെ എൻട്രി. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ബിസിനസ്സിലൊരു നമ്മൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത്, നമുക്ക് ആന്റിസിപ്പേറ്റഡ് ലോസസിനൊക്കെ നമ്മൾ പ്രൊവിഷൻസ് ഉണ്ടാക്കി വെക്കുന്നു. അപ്പൊ അങ്ങനെ ബാഡ് ഡെപ്റ്റ് വരാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നാക്കാൻ അക്കൗണ്ട് അതിന് ട്രീറ്റ്മെന്റ് വരാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ പ്രൊവിഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൾറെഡി അതിനൊരു പ്രൊവിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രയൽ ബാലൻസിനകത്ത് തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നതിനെ ന്യൂ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. ദെൻ റിട്ടേൺ ഓഫ് ഫ്രം ദ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട്. ഓൾഡ് പ്രൊവിഷൻ അതിനെ റിട്ടേൺ ഓഫ് ചെയ്യും. ന്യൂ ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ ഓൾഡ് പ്രൊവിഷൻ റിട്ടേൺ ഓഫ് ചെയ്തിട്ടാണ് അതിനെ എന്താണ് ട്രീറ്റ് ചെയ്യാന്നുള്ളത് പറയുന്നത്. എൻട്രി വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ടു ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ പ്രൊവിഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ന്യൂ പ്രൊവിഷൻ ആയിട്ട് ആണ് ട്രീറ്റ് ചെയ്യുക. ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ നിന്നൊരു നിശ്ചിത പെർസെന്റേജ് ആയിട്ടാക്കാരം ഈ ഒരു ന്യൂ പ്രൊവിഷൻ ട്രീറ്റ് ചെയ്യാം. ദെൻ ബാഡ് ഡെപ്റ്റ്സ് ആർ ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെന്റ്. ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ തരികയാണെന്നുണ്ടെങ്കിൽ അതിന് ന്യൂ ഒരു അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡിൽ സൺഡ്രി ഡെപ്റ്റേഴ്സിന് അത് കുറച്ച് കാണിക്കുകയാണ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഗിവൺ ഇൻ ദ ക്രെഡിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓൾഡ് പ്രൊവിഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. വിച്ച് ഇസ് എക്സസ് എമൗണ്ട് ലെഫ്റ്റ് ഫ്രം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ്. അതായത് ആ പ്രീവിയസ് ഇയറിൽ ശരിക്കും വന്ന ബാഡ് ഡെപ്റ്റ് ആ പ്രൊവിഷനിൽ കുറച്ചിട്ട് ബാക്കി വരുന്നതിനാണ് ഇതിനൊരു ഇൻകം പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ക്രെഡിറ്റ് സൈഡിലാണല്ലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും, അതുപോലെ തന്നെ ടോട്ടൽ ബാഡ് ഡെപ്റ്റ്സ് ഡിഡക്ട് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുക. അതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ്. ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒരു ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കും. അവർ നല്ല പ്രോംപ്റ്റ് ആയിട്ട് അവർ നമുക്ക് പേയ്മെന്റ് തരുമ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ ഒരു കൊടുക്കും. അപ്പോൾ ആക്ച്വൽ പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ആൻഡ് ഡിസ്കൗണ്ട് വിൽ ഓൾസോ ബി അലൗഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഇത്തരത്തിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് വരുമ്പോൾ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നാവും. ദെൻ റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. നമ്മൾ ക്രെഡിറ്റേഴ്സ് നമ്മൾ പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തുമ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടുമല്ലോ, അവർ ഗീവ് ചെയ്യുന്നത്. അത് ആണ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റ്. അതൊരു ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ. ദെൻ വരുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ടും. പിന്നെ ഡ്രോയിങ്സ് ആണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതൊക്കെയാവും എനറൈസ് വരാം. ഓക്കെ,
ദെൻ ഗുഡ്സ് ടേക്കൺ ഫ്രം ബിസിനസ് പറയുന്നത്, അത് ബിസിനസ്സിൽ നമുക്ക് ഗുഡ്സ് ഒരു ക്യാഷ് ആയിട്ട് ഡ്രോയിങ്സ് ചെയ്യുന്ന പോലെ തന്നെ ഗുഡ്സ് എടുക്കാം. അത് പ്രൊപ്പറേറ്ററിന്റെ പേഴ്സണൽ യൂസിനാവാം, അല്ലെങ്കിൽ ഓഫീസ് യൂസിനാവാം, അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ ഫ്രീ സാമ്പിൾ ആയിട്ട് കസ്റ്റമേഴ്സിന് സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നതാവും. മൂന്നിനും മൂന്ന് ട്രീറ്റ്മെന്റ് ആണ് വരിക. ഫസ്റ്റ് വൺ പേഴ്സണൽ യൂസിന് എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡ്രോയിങ്സ് ആയിട്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് വെച്ചിട്ട് ടു പർച്ചേസ് അക്കൗണ്ട്, കാരണം ഗുഡ്സ് അല്ലേ എടുക്കുന്നത്, അതാവും. ഇനി ഓഫീസ് യൂസിനാണെങ്കിൽ സ്റ്റേഷനറി അക്കൗണ്ട് വെച്ചിട്ട് പർച്ചേസ് അക്കൗണ്ട് ആവും. ഇനി ഫ്രീ സാമ്പിൾ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അത് അഡ്വർടൈസ്മെന്റ് നേച്ചറിലാണ്, അപ്പോൾ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ട് പർച്ചേസ് അക്കൗണ്ട് എന്നാവും എൻട്രി വരിക. നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. അത് പറയുമ്പോൾ നമ്മൾ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിന്റെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് നമ്മൾ അടുത്തത് അറൈവ് ചെയ്തിട്ടില്ല, റീച്ച് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ദൂര സ്ഥലത്ത് നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം എടുക്കുമല്ലോ. അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. എൻട്രി വരുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലൈസ് അക്കൗണ്ട് എന്നുള്ള രീതിയിലാവും. നെക്സ്റ്റ് വരുന്നത് കമ്മീഷൻ പേയബിൾ ഓൺ പ്രോഫിറ്റ് ആണ്. കമ്മീഷൻ പേയബിൾ കാണാൻ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 എന്നാവും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമുക്കൊരു 1 lakh ആണെന്ന് കരുതുക. കമ്മീഷൻ പെർസെൻറ്റേജ് 5% ആണെങ്കിൽ 1 lakh ഇൻറ്റു 5%, അല്ലെങ്കിൽ 5 divided by 100 ചെയ്യുമ്പോൾ നമുക്ക് 5000 കിട്ടും അല്ലെ. അങ്ങനെയാണ് കമ്മീഷൻ പേയബിൾ കാണുക. എൻട്രി വരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു കമ്മീഷൻ പേയബിൾ അക്കൗണ്ട് എന്നാവും. ഓക്കെ, ഇതൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി ഏകദേശം ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. മിസ് മേഘ അവരുടെ 31 March 2020 പ്രകാരമുള്ള ഡാറ്റയാണ് ഒരു തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസ് ഒരു ഡാറ്റകളാണ് തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളോട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ എൻട്രീസ് ഞാൻ വായിക്കുന്നില്ല. ക്യാപിറ്റൽ സ്റ്റോക്ക് അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഡ്രോയിങ്സ്, ടാക്സസ്, ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എക്സാമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, എന്തൊക്കെയാണുള്ളത്, എല്ലാം അറിയുന്ന ഫിഗേഴ്സ്, അറിയുന്ന എന്താണ് ടേംസ് തന്നെയാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് 23,000. ക്ലോസിംഗ് സ്റ്റോക്ക് മുകളിൽ പറഞ്ഞിട്ടില്ല, അപ്പൊ നമ്മൾ അത് ആഡ് ചെയ്യണം. പിന്നെ December 31, 2020 ഒരു ഫയർ വന്നിട്ട് കുറച്ച് നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 10,000 rupees ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്തു. ഇൻഷുറൻസ് കമ്പനി നമുക്ക് 8,000 തന്നു. 10,000 ആയി 8,000 തന്നു. ദെൻ നമ്മളൊരു 180 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് റിസർവ് 5% ഓൺ ഡെപ്റ്റേഴ്സ് നമ്മൾ റിസർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെഷീനറി 10% ഡിപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒരു 700 rupees ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കി ഒരു അക്കൗണ്ട് വരച്ചിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് താഴെങ്കിലും ഡ്രോ ഡൗൺ ചെയ്തിട്ട് ബാലൻസ് വെച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരൊറ്റ അക്കൗണ്ട് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. ഡെബിറ്റ് സൈഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 16,400 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പർച്ചേസസ് 47,000 തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത് വേജസ് മാത്രമാണ്, ബാക്കിയൊക്കെ ഇൻഡയറക്റ്റ്. അപ്പോൾ വേജസ് 7,000 കൂടി ഇടുന്നു. അത് ഓക്കെ ആയി. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സെയിൽസ് ഉണ്ട്. സെയിൽസ് 65,360 ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട് 23,000, അതും കൂടി ആഡ് ചെയ്യുന്നു. ദെൻ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, അത് ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ എമൗണ്ട് ശ്രദ്ധിക്കുന്നത് എത്രത്തോളം സ്റ്റോക്ക് ആണോ പോയത് അതാണ് എഴുതുക. നമുക്ക് ഇൻഷുറൻസ് കമ്പനി എന്ത് തന്നു എന്നുള്ളതോ ലോസ് എന്താണോ അതല്ല, സ്റ്റോക്ക് എത്ര നമുക്ക് പോയി, 10,000 പോയി, അപ്പൊ നമ്മളവിടെ ആഡ് ചെയ്യുന്നു. സോ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നോക്കുമ്പോൾ കൂടുതൽ വരുന്നത് ക്രെഡിറ്റ് സൈഡാണ്. 98,360 ഉണ്ട്. അത് നമ്മൾ അവിടെ അങ്ങനെ ടോട്ടൽ ചെയ്യും. എന്നിട്ട് ഈ 98,360 നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന 16,400 47 7,000 ലെസ് ചെയ്യുമ്പോൾ 27,960 rupees ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാം. അത് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തു. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്ത സാധനത്തിന് ക്രെഡിറ്റ് സൈഡിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 27,960 നമ്മൾ ആഡ് ചെയ്യും. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരെ നമുക്ക് എപ്പോഴും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇവിടെ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ജനറൽ എക്സ്പെൻസസ്, മോട്ടോർ കാർ എക്സ്പെൻസസ്. മോട്ടോർ കാർ എടുക്കരുത്, അത് അസറ്റ് ആണ്. മോട്ടോർ കാർ എക്സ്പെൻസസും പിന്നെ ചാരിറ്റി, ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് കൊടുക്കണം. പിന്നെ നമ്മൾ ബാഡ് ഡെപ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുള്ളത്? 550. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇടുന്നു. ദെൻ ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 180 എന്താ നമ്മൾ
എടുത്തതെന്ന് അറിയോ? നമ്മൾ തേർഡ് അഡ്ജസ്റ്റ്മെന്റ് നോക്കുക, റൈറ്റ് ഓഫ് ഫർദർ 180, അതായത് ന്യൂ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട് 180 അത് വെച്ചും. ഇനി ആഡ് ന്യൂ റിസർവ് എന്ന് പറഞ്ഞിട്ട് 305 വന്നിട്ടുണ്ട്. ഈ എമൗണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ബാഡ് ഡെപ്റ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് എത്രയാണെന്ന് നോക്കാം. സൺഡ്രി ഡെപ്റ്റേഴ്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കും, 6280, 6280 ഈ 6280 നമ്മൾ ന്യൂ ബാഡ് ഡെപ്റ്റ് വന്നില്ലേ ഒരു 180, അത് ലെസ് ചെയ്യുക. 6280 180 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 6100 കിട്ടും. ഇതിന്റെ 5% ആണ് നമ്മൾ ന്യൂ റിസർവ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ന്യൂ റിസർവ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡെപ്റ്റേഴ്സുമേലാണ് അതിന്റെ പെർസെന്റേജ് കാണാം, പക്ഷേ ഡെപ്റ്റേഴ്സിന്റെ ഫുൾ എമൗണ്ട് കാണാതെ അവിടെ ന്യൂ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കിട്ടുന്ന ഫിഗറിന്റെ പെർസെന്റേജ് എത്രയാണോ അതാണ് നമ്മൾ ന്യൂ റിസർവ് കാണാൻ വേണ്ടിയിട്ട് എടുക്കുക. ദെൻ ഓൾഡ് റിസർവ് ഒരു 900 വരുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. 900 rupees ഓൾഡ് റിസർവ് ഉണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് നമ്മൾ ലെസ് ഓൾഡ് റിസർവ് 900 കൂടി ചെയ്യുമ്പോൾ എത്രയാണ് ടോട്ടൽ ആയിട്ട് 135 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡിപ്രിസിയേഷൻ, മെഷീനറി 10% ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് മെഷീനറിന്റെ വാല്യൂ വരുന്നത് 9340 ആണ്. അതിന്റെ 10% അറിയുമ്പോൾ 934 വരും. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാനുള്ളത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒരു 700 വന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞതാണ്, അത് എടുക്കുന്നു. ദെൻ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയറിൽ നമുക്ക് വന്നിട്ടുള്ള ലോസ്, നമുക്ക് 10,000 പോയത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പറഞ്ഞു. അതിൽ 8,000 ഇൻഷുറൻസ് കമ്പനി തന്നല്ലോ, ബാക്കി വരുന്ന ആ ലോസ് എത്രയാണോ 2,000, അതാണ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന്റെ ആ ഒരു ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. 27,960 നമ്മൾ ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം കുറക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് 16,231 രൂപ കിട്ടും. അതോടുകൂടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോവാണ്. ആദ്യം നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. നമുക്കത് പെർമനൻസിന്റെ ബേസിസിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് 11,000 വരുന്നുണ്ട് ബിൽഡിങ്. പിന്നെ സൺഡേ ഡെറ്റേഴ്സ് വരുന്നത് 6,280 ആയിരുന്നു. അതിന് നമ്മൾ ന്യൂ ബാഡ് ഡെപ്റ്റ് 180, ന്യൂ റിസർവ് 305 കൂടി കുറക്കണം. അപ്പൊ നമുക്ക് 5,795 കിട്ടും. നമുക്ക് മോട്ടോർ കാർ എന്ന് പറഞ്ഞൊരു അസറ്റ് വരുന്നുണ്ട്. മെഷീനറി ആണെങ്കിൽ 9,340 ആയിരുന്നു. അതിൽ ഡിപ്രിസിയേഷൻ 934 കുറച്ചിട്ട് ബാക്കി 8,406 മെഷീനറിന്റെ ശരിക്കില്ല ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ വരുന്നുണ്ട്. ദെൻ നമുക്ക് ക്യാഷ് 580 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റിൽ 23,000 രൂപ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻഷുറൻസ് കമ്പനിന്റെ ക്ലെയിം ആയിട്ട് നമുക്കൊരു 8,000 കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് അസറ്റ് സൈഡിൽ വരിക. ഇനി ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 26,000 ആണ് ക്യാപിറ്റൽ വരുന്നത്. ഇതിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 16,231 രൂപ ആഡ് ചെയ്യും. ദെൻ ഡ്രോയിങ്സ് 2,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് എടുക്കുക, അതിലേക്ക് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ഡ്രോയിങ്സ് ലെസ് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് 40,231 രൂപ കിട്ടും. ദെൻ നമ്മൾ ലോണ് ഒരു 7,880 രൂപ ഉണ്ട്. ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ലോൺ ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ എല്ലാത്തിനും 2 എൻട്രീസ് ഉണ്ടാവും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു, ഇവിടെ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുന്നു. ദെൻ സൺഡ്രി ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബിൽസ് പേയബിളും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള അതേപോലെ വെക്കുന്നു. ഈ 2 സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് അത് ടാലി ആവുന്ന രീതിയിൽ തന്നെയാണ് 58,781 രൂപ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും വരണം. അത് വന്നു കഴിഞ്ഞാൽ ആണ് നമ്മളത് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന വഴിയുടെ മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആകുമ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. ചില ടൈമിൽ ബാലൻസ് ഷീറ്റ് ടാലി ആയാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത കേസസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എക്സംഷൻസ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എറേഴ്സ് ഒക്കെ വരുമ്പോൾ. എനിവേ എങ്ങനെയായാലും ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് ടാലി ആകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഫർദർ പ്രോബ്ലംസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ തിയറീസ് ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രോബ്ലംസ് പല വെറൈറ്റിയിൽ വരുന്ന പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാമിന് അത് ബെറ്റർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതിനൊക്കെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുക. സോ
അങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.